പിണറായി തന്നെ. കാരണം അത്രയ്ക്ക് സഹായങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സതീശൻ വന്നാൽ വളരെ ഉപകാരമായിരുന്നു. അതൊക്കെ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനത്തെ ഇത് വെച്ചിട്ട് BJP എന്നൊരു വർഗീയ പാർട്ടിയെ ഇവിടെ കൊണ്ടുവരണ്ട എന്നുള്ള അഭിപ്രായം തന്നെയാണ്. LDF സർക്കാരിൻ്റെ ഇപ്പോൾ നിലവിലെ അവർ പറയണതൊന്ന് ചെയ്യണമെന്ന് ഒരു BJP കാൻഡിഡേറ്റ് വരണമെന്നാണ് താല്പര്യം. BJP ഭരണം നല്ല BJP LDF UDF ഭരിച്ചിട്ട് ഇപ്പൊ കണ്ടില്ലേ. BJP മുഖ്യമന്ത്രിയായിട്ട് രാജീവ് ചന്ദ്രശേഖര ഹീസ് വൺ ഓഫ് ദി ബെസ്റ്റ്. എന്നാലും ഒരു സ്ഥാനത്തുള്ള മുഖ്യമന്ത്രിക്ക് ഇവർ തല്ലി പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടും, LDF കിട്ടും. പിണറായി പഠിക്കട്ടെ. രമേശ് ചെന്നിത്തല വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. UDF തിരിച്ചു വരണം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി തന്നെ. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം എന്ന് ആഗ്രഹം? പിണറായി വിജയൻ തന്നെ. BJP താല്പര്യമില്ല. പുതിയ ഭരണമാറ്റം നല്ലത്. BJP വരണം എന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും BJP വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആര് വന്നാലും കണക്ക് തന്നെയാണ്. എല്ലാത്തിനും നല്ലൊരു മുഖ്യമന്ത്രി വേണം. ഇതേപോലത്തെ എന്തായാലും വേണ്ട. ഒടുക്കത്തെ വില എല്ലാത്തിനും മുഖ്യമന്ത്രി പുള്ളിയെ ജയിക്കുള്ളൂ. കാരണം എന്താ? കാരണം അവരുടെ വികസനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നല്ല വികസനം നടത്തിയിട്ടില്ലേ. പാവപ്പെട്ടവർക്ക് പല കാര്യവും ഉപകാരം ചെയ്തിട്ടുണ്ട്. അവരെ ജയിക്കുള്ളൂ. BJP സീറ്റ് പിടിക്കോ? അതൊന്നും കേരളത്തിൽ പിടിക്കില്ല. ഇപ്പൊ തന്നെ ഓൾറെഡി ഉണ്ട് 5 പേര് മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ഇരിക്കുന്ന. കോൺഗ്രസിന്റെ അവസ്ഥ നീ പറയണ. കാരണം എന്ന് പറഞ്ഞാൽ ഈ 10 വർഷം കൊണ്ട് നമ്മളെല്ലാവരും കാണുന്നതല്ലേ. കാരണം സാധ്യത VD സതീശൻ തന്നെയാണ്. ഇവിടുത്തെ കള്ളന്മാർ ഇത് മുഴുവൻ കള്ളന്മാരല്ലേ. അലിബാബയും 40 കള്ളന്മാരും എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ. കാരണം അയാൾ നാട്ടു നടപടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടുത്തേല് LDF തന്നെ വരണമെന്നാണ്. ഇലക്ഷൻ്റെ ഒരു നാട്ടുകാർക്കുള്ള ഇതല്ലേ. നമ്മ എന്താ പറയാനൊന്നും പറയാനൊന്നുമില്ല. ഞാൻ കോൺഗ്രസിൽ തന്നെയാണ് പാർട്ടിയാണ് ഞാൻ. ആര് വരണം എന്ന് ആഗ്രഹം? അങ്ങനെ പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ല. നല്ല ചേഞ്ച് ആവശ്യമുണ്ട്. അടുത്ത ഭരണം ആര് പിടിക്കണം എന്ന് ആഗ്രഹം? BJP പിടിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ പിടിക്കൂല. വേറെ ആരെങ്കിലും പിടിക്കും. പ്രത്യേകിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. ആര് വന്നാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു? VD സതീശൻ വന്നാൽ നന്നായിരിക്കും. അടുത്ത ഭരണം ആർക്ക് കിട്ടും? ഭരണം അത് ജയിച്ചു കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റൂല. വാഗ്ദാനങ്ങളുടെ ഈ പെരുമഴക്കാലത്ത് ജനം ഉറ്റുനോക്കുന്നത് ഒരൊറ്റ കസേരയിലേക്കാണ്. കേരളത്തിന്റെ വരുംകാലം ആരും നയിക്കണം? ജനങ്ങളുടെ മനസ്സിലെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നമുക്കിപ്പോൾ LDF സർക്കാരിൻ്റെ ഇപ്പോൾ നിലവിലെ അവർ പറയണതൊന്ന് ചെയ്യണമെന്ന് അങ്ങനെയാണ് നിലവിൽ നടക്കുന്നത്. മെയിനായിട്ട് ഇപ്പോൾ ഫസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യം മദ്യം. ഒരു 50-60% മേളിലുള്ള ആൾക്കാർ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നസെൻസ് സാറും KPC ലളിതയും അവരെ കൊണ്ടൊക്കെ മദ്യവർജിത കേരളം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യണത് അതിന് നേരെ വിപരീതമാണ്. ലോട്ടറിയുടെ കേസ് 30 രൂപ തൊട്ട് തുടങ്ങി ഇപ്പോൾ 50 രൂപയാണ്. എല്ലാ 10 രൂപ വെച്ച് വേണം കൂട്ടിയെങ്കിലും 50 രൂപ ഇപ്പം നിലവിൽ. അവർക്ക് കിട്ടുന്ന പൈസയും കുറച്ചിട്ട് റേറ്റും കൂട്ടി. മൂന്നാമത്തെ കേസ് ഇപ്പം പെട്ടെന്ന് ഉള്ള ഉദ്ഘാടനങ്ങൾ ഒരാൾക്കാരെ കാണിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇപ്പം നിലവിൽ ലാസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 മാസം കൊണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണേ. പിന്നെ ഇപ്പോൾ PR വർക്കായിട്ട് സുജിത്തേട്ടൻ ആളായിട്ട് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ നേരെ ഓപ്പോസിറ്റായിട്ടും പറഞ്ഞു എല്ലാ സാധനങ്ങൾക്കും വില കൂടി. ഒരു സാധനത്തിനും കുറയാത്തതില്ല. നമ്മുടെ മിനിമം അടിസ്ഥാന സൗകര്യമായിട്ടുള്ള വീട്, ഭക്ഷണം എല്ലാത്തിനും ഇപ്പോൾ ഒടുക്കത്തെ വിലയായി. പിന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം എന്ത് നോക്കിയാലും എഴുതി കൊടുത്തത് വായിക്കാൻ അറിയാൻ പാടുള്ള നമുക്ക് മന്ത്രി ഉണ്ട് വരണം. അതേപോലെ ആരോഗ്യ മേഖല അതിലൊന്നും പറയാനില്ല. ക്യാൻസർ സെൻറ്റർ തുടങ്ങി വെച്ചിട്ട് ബിൽഡിങ് മാത്രമുണ്ട്, വേറൊന്നുമില്ല അതിൻ്റെ അകത്ത്. വേറൊരു മാറ്റം വരണം, വേറൊരു മന്ത്രിസഭ വരണം. അത് നല്ലവരായിരിക്കണം. ആര് വന്നാലും 3 പാർട്ടിയിൽ ആര് വന്നാലും LDF എന്തായാലും വേണ്ട. ബാക്കി 3 പേരിൽ ബാക്കി 2 പേരിൽ ആരെങ്കിലും ഒരാൾ നല്ല രീതിയിൽ വരണം. എന്നാലും ഒരു സ്ഥാനത്തുള്ള മുഖ്യമന്ത്രിക്ക് ഇവർ തല്ലി പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടും, LDF കിട്ടും. പിണറായി പഠിക്കട്ടെ. കാര്യം വെച്ചാൽ ഇത്തരം ചെയ്യാൻ ഇവർ കയറിയൊന്നും ഭരിക്കാൻ പോലുള്ള. മുഖ്യമന്ത്രിയായിട്ട് ഇന്ന ആൾ വരണമെന്നൊന്നുമില്ല. പക്ഷേ ഇടതുപക്ഷ സർക്കാർ വരണം എന്നുള്ളതാണ് ആഗ്രഹം. കാരണം കുറേ വികസന പ്രവർത്തനങ്ങളും ഇതൊക്കെ പൂർത്തീകരിച്ചതുണ്ട്, ഇനി പൂർത്തീകരിക്കാനുള്ളതുണ്ട്. അപ്പോൾ അത് ഇനിയുള്ള ഈ സർക്കാരിന് വന്നാലേ അത് മുഴുവനായിട്ടും പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ. പിന്നെ പ്രതിപക്ഷം എന്ന രീതിയിൽ നോക്കുമ്പോൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന ആൾ വരണം എന്നുള്ളതല്ല. ഇപ്പോൾ ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും അത് ലീഡ് ചെയ്യാൻ ഒരാളില്ല എന്നുള്ളത്. ഇപ്പോൾ പാർട്ടി ഇപ്പോൾ CPM-ലാണെങ്കിൽ പല ആളുകളൊക്കെ ഇപ്പോഴും ഇപ്പോൾ ഷംസീർ ഉമറൊന്നും ഇപ്പോൾ മത്സരിക്കുന്നില്ല. എന്ന രീതിയിൽ അവർ ഇതേപോലെ ഭീഷണിയും കാര്യങ്ങളൊന്നും വഴക്കുന്ന കാര്യമൊന്നുമില്ല. പാർട്ടി തീരുമാനം അംഗീകരിച്ച് പോകാമെന്നുള്ളതാണ്. അതിന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി അങ്ങനത്തെ ഒരാൾക്കാരെ വേണോ നമ്മൾ ഇനിയും ഭരണത്തിൽ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ആര് വന്നു കഴിഞ്ഞാലും നല്ല വികസനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷം തന്നെ തുടരണം എന്നുള്ളതാണ്. എന്നാലേ ഈ പറഞ്ഞ വികസനവും മറ്റു കാര്യങ്ങളൊക്കെ ആ രീതിയിൽ കൊണ്ടുപോകുന്നുള്ളതാണ്.
BJP ഇത്തവണ എന്തെങ്കിലും വിജയ സാധ്യതയുണ്ടോ? സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ടോ? സീറ്റ് പിടിക്കാന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും മറ്റവരാണെങ്കിലും ഈ ഒരു പക്ഷക്കാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം നിൽക്കാന്നുള്ള ഡീല് തമ്മിൽ ഇപ്പോൾ പല ഇതുണ്ട്. പാലക്കാടും പല സ്ഥലങ്ങളും ഇങ്ങനത്തെ ഒരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇത് വെച്ചിട്ട് BJP എന്നൊരു വർഗീയ പാർട്ടിയെ ഇവിടെ കൊണ്ടുവരണ്ട എന്നുള്ള അഭിപ്രായം തന്നെയാണ്. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ UPയിലും മറ്റുള്ള സ്ഥലത്ത് സംഭവിക്കുന്നത് കേരളത്തിലുണ്ടാവും. പൂരം വിഷയം കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. അതെന്തായാലും അങ്ങനത്തെ സാധനം വരാൻ വേണ്ടി ചാൻസ് ഇല്ല. അതിനൊക്കെ ഈ പറഞ്ഞ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് അത് BJP എന്നുള്ള പാർട്ടിനോട് എതിർപ്പൊന്നുമില്ല. അവർ ഉയർത്തി വരുന്ന ആശയത്തിനെതിരായിട്ടാണ് പറയുന്നത്. ഈ വർഗീയത അത് നമ്മളെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ അത് പല വിഷയങ്ങൾക്കും നാളെ നോർത്തിൽ എന്തൊക്കെ സംഭവം ഉള്ളത് അതേപോലെ കേരളത്തിലും സംഭവിക്കും. അത് വരാതിരിക്കാനാണ് ഈ പറഞ്ഞ നിലപാട് ഇറക്കുന്നതിനുള്ളൂ. പിണറായി തന്നെ. കാരണം അത്രയ്ക്ക് സഹായങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മൂന്നാം ഭരണം കിട്ടോ? കിട്ടുന്ന ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എല്ലാവർക്കും കേരളത്തിലെ എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പിണറായി വിജയന് ജയിക്കും. BJP ഇത്തവണ സീറ്റ് പിടിക്കോ? എനിക്ക് ഉറപ്പില്ല, വിശ്വാസമില്ല. കേരളത്തിൽ താമര വരില്ല? ഇല്ല, വരില്ല, ഉറപ്പാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി തന്നെ. നമ്മുടെ ഒരു മാർക്സിസ്റ്റുകാരനാണ്. അതിൻ്റെ ഒരു കാര്യത്തിൽ നമ്മളെ നേതാവിനെ വരണം. അത്ര അടുത്ത ഭരണം ആര് വരണം എന്ന് ആഗ്രഹം? LDF വീണ്ടും നല്ല ഭരണമാണ്. അതുകൊണ്ടാണ് ഇത് വരണം തന്നെ ആഗ്രഹം. BJPക്ക് എന്തെങ്കിലും വിജയ സാധ്യതയുണ്ടോ? കേരളത്തിൽ താമര വിരിയാൻ സാധ്യതയുണ്ടോ? ഒരു ചാൻസും ഇല്ല. LDFനെ കൊണ്ടുപോകും. അടുത്ത ഭരണം ആർക്ക് കിട്ടും? ഭരണം അത് ജയിച്ചു കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റൂല. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് വരണം എന്ന് ആഗ്രഹം? പിണറായി വിജയൻ തന്നെ. BJP താല്പര്യമില്ല. കോൺഗ്രസ് അതുപോലെ തന്നെ. പിണറായി LDFിൻ്റെ ആരെങ്കിലും വീടിതീശം വന്നാൽ വളരെ ഉപകാരമായിരുന്നു. അതൊക്കെ നല്ലൊരു മനുഷ്യനാണ്. അടുത്ത ഭരണം ആര് വരണം എന്ന് ആഗ്രഹം? UDF വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. BJPക്ക് ഇത്തവണ സീറ്റ് എന്തെങ്കിലും കിട്ടോ? അതറിയില്ല, അത് അവർ തീരുമാനിക്കും, ജനങ്ങൾ തീരുമാനിക്കും. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റം വേണം. ആര് വന്നാലും കണക്ക് തന്നെയാണ്. UDF വന്നാലും ശരി, ഇടതു വന്നാലും ശരിയാണ്, എല്ലാം ശരി തന്നെയാണ്. തമ്മിൽ പോരാണ്. ആ പോര അവസാനിക്കുന്ന കാലത്തോളം ഒരു രക്ഷയില്ല. അപ്പോൾ ആര് വന്നാലും കണക്ക്. ആര് വന്നാലും നാടിന് നല്ല ഗുണമുള്ള ആൾ വേണം. ഇപ്പോഴത്തെ നിലവിൽ നമ്മുടെ മുഖ്യമന്ത്രി കാരണം കൂടാത്തൊരു സാധനം പോലും ഇല്ല. എല്ലാത്തിനും ഒടുക്കത്തെ വില തന്നെയാണ്. എല്ലാത്തിനും നല്ലൊരു മുഖ്യമന്ത്രി വേണം. ഇതേപോലത്തെ എന്തായാലും വേണ്ട. ഒടുക്കത്തെ വില എല്ലാത്തിനും. പിണറായി അല്ല, നമുക്ക് നേരത്തെ ഉണ്ടായ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഞാൻ റേഷൻ കടയുടെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ നേരത്തെ നമ്മളൊരു 32 രൂപ അരി കിട്ടുകൊണ്ടിരുന്ന ഇപ്പോൾ 56 രൂപ കൊടുത്താണ് വാങ്ങണത്. ആ ഒരു ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലാവും. അതേപോലെ തൊടാൻ പറ്റില്ല, ഒരു സാധനം ഇപ്പോൾ തൊടാൻ പറ്റാത്ത രീതിയെ മുഖ്യമന്ത്രി പുള്ളിയെ ജയിക്കുള്ളൂ. കാരണം എന്താ? കാരണം അവരുടെ വികസനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നല്ല വികസനം നടത്തിയിട്ടില്ലേ. പാവപ്പെട്ടവർക്ക് പല കാര്യവും ഉപകാരം ചെയ്തിട്ടുണ്ട്. അവരെ ജയിക്കുള്ളൂ. BJP സീറ്റ് പിടിക്കോ? അതൊന്നും ഇവിടെ കേരളത്തിൽ പിടിക്കില്ല. അവരൊരു 5 സീറ്റ് പിടിക്കും എന്നുള്ള പറയുന്നത്. അവർ പിടിച്ചോട്ടെ. ഇപ്പം ആരാ പിടിക്കാമെന്ന് കാണാനല്ലോ അപ്പം നമുക്ക്. ചേട്ടൻ രാഷ്ട്രീയമില്ല മോളെ. അല്ല, മുഖ്യമന്ത്രിയായിട്ട് ചേട്ടൻ പേഴ്സണലി ഇനി ആൾ വന്നാൽ നന്നായിരിക്കും എന്ന് ആരെങ്കിലും മുഖ്യമന്ത്രി ഇപ്പം കോൺഗ്രസിൽ ആരാ ഉള്ളേ? ഇന്നലെ അടിയായിരുന്നു. ഒരാളെ ഇരുത്തിക്കൊണ്ട് മറ്റാൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത്. മറ്റുള്ളവർ സമ്മതിക്കുമോ? ഇപ്പം തന്നെ ഓൾറെഡി ഉണ്ട് 5 പേര് മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ഇരിക്കുന്ന. കോൺഗ്രസിൻ്റെ അവസ്ഥ നീ പറയണ. അപ്പം ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം തന്നെ വരട്ടെ. പിണറായി തന്നെ വരട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും. ഇവിടെയൊക്കെ അത് തന്നെ. പിന്നെ ഇവിടെ കോൺഗ്രസേ ഭരിക്കുള്ളൂ. ഉമാ തോമസ്. രമേശ് ചെന്നിത്തല വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. UDF തിരിച്ചു വരണം. ഈ നാടിന് ഈ 10 വർഷമായിട്ട് കേരള ജനത അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം UDFന് മാത്രമേ പറ്റുള്ളൂ. അതിപ്പോൾ ഞാൻ എന്താ പറയാനാണ് വെച്ചൊക്കെ ഇലക്ഷൻ്റെ ഓരോ നാട്ടുകാരൊക്കെ ഇതല്ലേ, നമ്മൾ എന്താ പറയാനാണ് എന്ന് പറയാനൊന്നുമില്ല. ഞാൻ കോൺഗ്രസിൽ തന്നെയാണ് പാർട്ടിയാണ് ഞാൻ. പിന്നെ അത് വന്നോന്നാണ് എൻ്റെ അഭിപ്രായം. VD സതീശനായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ 10 വർഷം കൊണ്ട് നമ്മളെല്ലാവരും കാണുന്നതല്ലേ. കാരണം സാധ്യത VD സതീശൻ തന്നെയാണ്. BJPക്ക് എന്തെങ്കിലും വിജയ സാധ്യതയുണ്ടോ? BJPക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം BJP നല്ലൊരു മുന്നേറ്റം നടത്തുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും BJPയുടെ കൂടുതൽ ശക്തമായിട്ടുള്ള വേരുകൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാൻ പറ്റില്ല. ആര് വന്നാൽ നന്നായിരിക്കും? VD സതീശൻ വന്നാൽ നന്നായിരിക്കും. അല്ല, അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവാണല്ലോ. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് തന്നെയാണ് അതിനുള്ള അവസരമാണ്. അടുത്ത ഭരണം ആര് പിടിക്കാനാണ് സാധ്യത? UDF ആണ്. എന്തായാലും ഒരു ഭരണമാറ്റം ഉണ്ടാവും. ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട്.
BJP എത്ര സീറ്റ് പിടിക്കുമായിരിക്കും? ഒന്നോ രണ്ടോ സീറ്റ് പിടിക്കാനുള്ള സാധ്യത. BJP ഒരു വളർച്ച നേടിയിട്ടുണ്ടോ കേരളത്തിൽ? വോട്ട് ശതമാനം കൂടിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ നല്ല അടുത്ത ഭരണം ഈ ഭരണം മാറണം. മുഖ്യമന്ത്രിയായിട്ട് ആര് വരാൻ ആഗ്രഹിക്കുന്നത്? VD സതീശനല്ലേ വരുള്ളൂ. അത് കാരണം അയാൾ നല്ല മനുഷ്യനാ. ഇവിടുത്തെ കള്ളം ഇത് മുഴുവൻ കള്ളന്മാരല്ലേ, അലിബാബയും 40 കള്ളന്മാരും എന്ന് പറഞ്ഞാൽ അതാ എന്തിനാ? അതാ കാരണം മാറണം. 3 പ്രാവശ്യം ഒന്നും കൊടുത്താൽ പറ്റില്ല. 2 പ്രാവശ്യം ഇപ്പോൾ ലോട്ടറി തന്നെ ഞങ്ങൾക്ക് വല്ലതും ഉണ്ടോ? മുഴുവൻ കക്കുമല്ലേ. BJP കേരളത്തിൽ ബുദ്ധിമുട്ടാണ്. പിണറായി വിജയൻ. പിണറായി വിജയൻ കാരണം എന്താ? കാരണം അയാൾ നാട്ടു നടപടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 10 വർഷത്തെ ഭരണം നല്ലതായിരുന്നോ? നല്ല ഭരണമാണ്. അയാൾ നല്ല കാര്യങ്ങൾ ഒത്തും ചെയ്തിട്ടുണ്ട്. ഈ കറണ്ട് കെട്ടില്ലായിരുന്നു, വെള്ളം കുടിവെള്ളം ഒരു പ്രശ്നമില്ലായിരുന്നു, യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഈ 5-10 വർഷമായിട്ട് എന്നായാലും പ്രശ്നമുണ്ടോ നാട്ടിൽ? എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല. കറണ്ട് കെട്ടില്ല, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്, ഒരു കുഴപ്പമില്ല. പെൻഷൻ കൂട്ടി കൊടുത്തു. 2000 1500 രൂപ 2000 ആക്കി. ഇപ്പോൾ 2 മാസം ഒന്നിച്ച് കൊടുക്കുക. അത് നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നു. BJP ഇത്തവണ സീറ്റ് പിടിക്കുമോ? ഒന്നുണ്ട്. സീറ്റ് തിരുവനന്തപുരം സാധ്യതയുണ്ട്. അതേ ഉള്ളൂ, ഇറങ്ങി പിടിക്കാതെ. പിണറായി വിജയൻ തന്നെ വരട്ടെ. കുഴപ്പമില്ല. കോവിഡ് കാലത്തും പ്രളയത്തിനൊക്കെ നല്ല സഹകരണമായിരുന്നു. അത് അടുത്തതിൽ LDF തന്നെ വരണമെന്ന് ആഗ്രഹം. മുഖ്യമന്ത്രിയായിട്ട് ആര് വരണമെന്ന് ആഗ്രഹം? മുഖ്യമന്ത്രിയായിട്ട് അങ്ങനെ പ്രിഫറൻസ് ഒന്നുമില്ല. ആരായാലും UDF ആണ് അധികാരത്തിൽ വരുന്നെങ്കിൽ ആര് വന്നാൽ ബെറ്റർ ആയിരിക്കും തോന്നുന്നു? UDF ആണെങ്കിൽ ശശി തരൂർ. കാരണം എന്താ? കാരണം ഒരു ഡിപ്ലോമാറ്റിക് ആണ് ആള്. BJPക്ക് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് എന്തെങ്കിലും കിട്ടുമായിരിക്കും? BJPക്ക് ചിലപ്പോൾ കുറച്ച് കിട്ടുമായിരിക്കാം. എത്ര സീറ്റ് നേടുമായിരിക്കും? സീറ്റ് പിടിക്കുമായിരിക്കും. കാരണം ഒരു മാറ്റം ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും ആൾക്കാർ. ആരാ പറയാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ചേട്ടന്റെ പേഴ്സണൽ ആരാ വന്നെന്ന് പറയാൻ പറ്റൂല. അല്ല, ചേട്ടൻ ആര് വന്നാൽ നന്നായിരിക്കും തോന്നുന്നു? ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല. ഏത് പാർട്ടി അധികാരത്തിൽ വരണം? പാർട്ടി വന്നാലും നമുക്ക് ഗുണത്തിനായിരിക്കണം. നമുക്ക് നാടിന് വേണ്ടി ഗുണം മാത്രമേ കാണുന്നു, അല്ലാണ്ട് വേറൊന്നുമില്ല. എല്ലാവർക്കും ഗുണമുണ്ടാവണം. മുഖ്യമന്ത്രിയായിട്ട് അടുത്തത് മുഖ്യമന്ത്രി അവര് ജയിച്ചു കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു BJP കാൻഡിഡേറ്റ് വരണമെന്നാണ് താല്പര്യം. മുഖ്യമന്ത്രിയായിട്ട് BJP വരണം. BJP ഭരണം നല്ല ഭരണം BJP. LDF UDF ഭരിച്ചിട്ട് ഇപ്പൊ കണ്ടില്ലേ? BJPയിൽ മുഖ്യമന്ത്രിയായിട്ട് രാജീവ് ചന്ദ്രശേഖര ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്. അദ്ദേഹത്തിന്റെ എന്ത് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടെ? എല്ലാം പ്രവർത്തനങ്ങള് നല്ല പ്രവർത്തനങ്ങൾ. തിരുവനന്തപുരത്ത് നല്ല പ്രവർത്തനങ്ങളാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ VV രാജേഷ് ഒക്കെ നല്ല. ആശ ചേച്ചി. എത്ര സീറ്റ് കിട്ടും BJPക്ക് ഇത്തവണ? ഭരണം പിടിക്കും. ഒരു മാറ്റം വരട്ടെ കേരളത്തിലെ. കേരളത്തിൽ എന്തായാലും ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ ഭരണ പരാജയമാണല്ലോ. ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും ഒരേപോലെയൊക്കെ തന്നെയാണ് തോന്നുന്നുണ്ട്. അവിടെ പുതിയൊരു കക്ഷിക്ക് നമ്മൾ ഇത് കൊടുത്തു നോക്കണം. പുതിയ ഭരണമാറ്റമാണ് നല്ലത്. BJP വരണമെന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും BJP വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്താ? കാരണം എന്ന് വെച്ചാൽ BJPയുടെ കേന്ദ്രത്തിലുള്ള നിലപാടുകളും എല്ലാം നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് മോദിയുടെ ഭരണകാലത്തുണ്ടായിട്ടുള്ള ഭരണമാറ്റങ്ങളും കാര്യങ്ങളും നമ്മുടെ ഹൈവേ ഒക്കെ തന്നെ ഇപ്പോൾ പറയുന്നത് പിണറായി വിജയനും കേരള സർക്കാരും ചെയ്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ. അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നും ഉണ്ടാവില്ല. BJP ഇത്തവണ കേരളത്തിൽ എത്ര സീറ്റ് പിടിക്കും? അത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കുറഞ്ഞത് 5 സീറ്റ് പിടിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. 5 സീറ്റ്. അതെ. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആരെയാ? അതെനിക്കറിയില്ല. കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ അതും എനിക്ക് പറയാൻ പറ്റില്ല. അത് അവരല്ലേ തീരുമാനിക്കുന്നത്. ചേട്ടൻ ആര് വരണം അങ്ങനെ ഇന്നയാള് വരണം എന്നുണ്ടോ? BJP വരണമെന്നാണ്. മുഖ്യമന്ത്രി ആരായാലും കുഴപ്പമില്ല. എന്താണ് ആര് വരുന്നില്ല, ആര് വന്നാലും നല്ല ഭരണം കാഴ്ചവെച്ചാൽ ജനങ്ങൾക്ക് നല്ലത്. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് VD സതീശനായിരിക്കും. കാരണം എന്താ? അദ്ദേഹം ഈ 10 വർഷം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്കെല്ലാം പുള്ളിക്കാരന് നല്ല വിശ്വാസമാണ് VD സതീശന്. 10 വർഷം പ്രതിപക്ഷത്തിൽ ഇരുന്ന് നന്നായിട്ട് പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞത്. 10 വർഷം കൊണ്ടുള്ള പിണറായിയുടെ ഭരണത്തിന് നല്ലൊരു രേഖ ഉണ്ടാക്കിയെടുത്തത് VD സതീശനാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം പുള്ളിക്കാരൻ മുഖ്യമന്ത്രി ആവുമെന്നാണ് എൻ്റെ അഭിപ്രായം. BJPക്ക് ഇത്തവണ എന്തെങ്കിലും വിജയ സാധ്യതയുണ്ടോ? BJPക്ക് ഒന്നും കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല. എന്തെങ്കിലും ഒരു MLA പോലും ഇല്ലല്ലോ. നിലവിലുള്ള CM വേണ്ട. പിണറായി വിജയൻ വേണ്ട. ഒരു ധാർഷ്ട്യമുള്ള ഒരാളല്ലേ അയാളെ. നമുക്കൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്നൊരു പ്രകൃതക്കാരനാണ്. ആര് വരണമെന്ന് ആഗ്രഹം? അങ്ങനെ പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ല. നല്ല ചേഞ്ച് ആവശ്യമുണ്ട്. അടുത്ത ഭരണം ആര് പിടിക്കണമെന്ന് ആഗ്രഹം? BJP പിടിക്കണമെന്ന് ആഗ്രഹം, പക്ഷെ പിടിക്കൂല. വേറെ ആരെങ്കിലും പിടിക്കും. UDF ചിലപ്പോൾ UDF എടുക്കും. UDF ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് ചേട്ടന് ആര് വരണം എന്നാ തോന്നുന്നേ? അവർക്ക് കുറേ പേരുണ്ടല്ലോ. എന്നാലും
എസ്പെഷ്യലി ആഗ്രഹമല്ല, എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് വി ഡി സതീശനായിരിക്കും. സതീശൻ ആയിരിക്കണം. UDF വന്നാൽ UDF വന്ന LDF തന്നെ ആണെങ്കിൽ വരില്ല. പ്രാർത്ഥിക്കണം. അതെന്താ? പർട്ടിക്കുലർലി എനിക്ക് ഇഷ്ടമല്ല അവരാ. ഇപ്പം എന്ത് ട്രാൻസ്പോർട്ടേഷൻ മേഖലയാണെങ്കിലും എന്താണെങ്കിലും വളരെ മോശമായിരുന്നു. ജനദ്രോഹപരമായ ജനദ്രോഹമല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ വണ്ടിക്കാർക്ക് മോശം രീതിയിൽ ഒരുപാട് ഇപ്പോൾ ഗണേശൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ കളർ കോഡ്, പിന്നെ ഇപ്പോൾ ആവശ്യമില്ലാത്ത കുറേ കോൺസെപ്റ്റ് വണ്ടികളൊക്കെ ഉണ്ട്. സ്റ്റേറ്റ് ഗവർണർ അത് ഇത്. ഇവർക്ക് കേന്ദ്രത്തിനെ പഴി പറയുകയാണെങ്കിലും കേന്ദ്രത്തിന് ഇവർക്ക് മാറ്റിവെക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വേറൊരു സംസ്ഥാനങ്ങളും ക്ഷേമനിധിയില്ല. കേന്ദ്രം ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളും ക്ഷേമനിധിയില്ല. നമുക്ക് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ വണ്ടികൾക്ക് മാത്രമേ ക്ഷേമനിധിയുള്ളൂ. ഇതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടാക്സ് വിൻഡോ ഓപ്പൺ ആയി കിട്ടുള്ളൂ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ വണ്ടിക്കാരൊന്നും ക്ഷേമനിധി ഇല്ലെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നില്ല. നമ്മൾക്ക് മാത്രം അങ്ങനെ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഇവർക്ക് വേണമെങ്കിൽ അത് സ്വയമേധ ഒഴിവാക്കാം. അവരത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര മോശം കാര്യമായിട്ടാണ് തോന്നിയത്.